ഇന്ത്യയും ചൈനയും തമ്മിൽ ഇപ്പോൾ വലിയ രീതിയിൽ സൗഹൃദം ഒരു രീതിയിലാണ് കടന്നു പോകുന്നത്. പക്ഷേ ചൈന പുറകിൽ നിന്ന് കുത്തുന്ന പരിപാടി ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. റഫേലുമായി ബന്ധപ്പെട്ടാണ് അല്ലേ? വ്യാജ പ്രചരണങ്ങൾ തുടരുകയാണ് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ചൈന. അതായത് തമാശ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നല്ലോ, AI വന്നതിന് ശേഷം വലിയ കൺഫ്യൂഷനാണ് ലോകത്തുള്ളത്. നമുക്ക് ഏത് സാധനത്തെയും കൃത്രിമമായി നിർമ്മിക്കുകയും വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കുകയും എന്ത് കാര്യവും ചെയ്യാൻ പറ്റുന്നൊരു ലോകത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നന്മ ഒരുപാടുണ്ട്. ഒരു സാങ്കേതിക വിദ്യ എന്നുള്ളത് ഒരുപാട് നന്മയുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ തിന്മയ്ക്കാണ് ആളുകൾ കൂടുതൽ ഉപയോഗിച്ച് വരുന്നത്. വളരെ ഇപ്പോൾ നിങ്ങൾ ക്ലാസിക് എക്സാമ്പിൾ നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കയറി നോക്കുക. സ്ത്രീകളെയൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള നൂറുകണക്കിന് വീഡിയോസാണ്, റീൽസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. AI ആണ് ചെയ്തിരിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാതെ AI എന്നറിയാം. പക്ഷേ ഒരു സാധാരണ ഇത് മനസ്സിലാക്കാത്ത, സാങ്കേതിക വിദ്യ മനസ്സിലാകാത്ത ആളുകൾ എന്താ വിചാരിക്കുക? ഒറിജിനലാണെന്ന് വിചാരിക്കും. അതുപോലെയാണ് ചൈന ഈ പരിപാടിയൊക്കെ നടത്തിയ റഫേലിൻ്റെ വിമാനങ്ങളെ അടിച്ചിട്ടു. അമേരിക്കയിലെ റഫേൽ വിമാനങ്ങളെ അടിച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ അമേരിക്കയിലെ ഫ്രാൻസിൻ്റെ റഫേൽ വിമാനങ്ങളെ അടിച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്തുണ്ടാക്കിയിരിക്കുകയാണ്? വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ് എന്ന്. പാകിസ്ഥാൻ അവരുടെ ചൈനീസ് വിമാനം ഉപയോഗിച്ച് ഇന്ത്യയിൽ മറ്റേ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അടിച്ചിട്ടു. ഇതൊക്കെ നടപ്പുള്ള കേസ് വല്ലതും ആണോ? ഒന്നാമത് പാകിസ്ഥാൻ ഇപ്പം മിണ്ടാതിരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അടി കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ഇന്ത്യയിൽ അങ്ങനെ ഒരു അങ്ങനെ വിമാനത്തിന്റെ കഷ്ണമൊന്നും അങ്ങനെയൊന്നും ഇവിടെ കിടക്കണം, അങ്ങനെ ഒരു ചർച്ചയൊന്നും വന്നില്ലല്ലോ. വരാത്തൊരു വിഷയമാണ്. പാകിസ്ഥാൻ പറയുന്നതാണ് ചൈന ഇപ്പോൾ ആവർത്തിക്കുന്നത്. പാകിസ്ഥാൻ തുടർച്ചയായിട്ട് പറയുന്നത് ഞങ്ങൾ 7 വിമാനങ്ങൾ അടിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അല്ല, ചൈനയുടെ ഒരു പ്രശ്നം എന്തറിയാവോ? ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് വളർന്നല്ലോ. അപ്പോൾ പിന്നെ അവനെ കൂടെ നിർത്തുക എന്നുള്ളതാണ് ഒന്ന്. പിന്നെ അമേരിക്കയ്ക്കെതിരെ അമേരിക്കയും ഇന്ത്യയും കൂടെ ചേർന്നാൽ, അങ്ങനെ ഒരു കഥയുണ്ട് ലോകത്ത്. നമ്മുടെ ഈ ഭൗമരാഷ്ട്രം വിലയിരുത്തുമ്പോൾ അമേരിക്കയും ഇന്ത്യയും കൂടെ ചേർന്നാൽ ചൈനയ്ക്ക് വലിയ പണി കിട്ടും. അപ്പോൾ അതിനേക്കാൾ നല്ലത് എന്താണ്? ചൈന നമ്മളെ കൂടെ നിൽക്കട്ടെ. അതുകൊണ്ടാണ് റഷ്യയും ചൈനയൊക്കെ കൂടെ ചേർന്നിട്ട് ചൈനയിലെ അവിടെ സമ്മേളനമൊക്കെ നടത്തി നരേന്ദ്രമോദി വിളിച്ചത്. പക്ഷേ ഇന്ത്യക്കുള്ളൊരു ഗുണം എന്താണ്? നമ്മൾ പ്രശ്നാധിഷ്ഠിതമാണ്. നമുക്കങ്ങനെ ആരോടിപ്പം ട്രംപിനോടായാലും പുട്ടിനോടായാലും ചൈനീസുകാരനോടായാലും ഷിങ്ങിനോടായാലും എല്ലാം ഷിയോടായാലും എല്ലാം നമുക്ക് നമ്മളെ കാര്യം നടക്കണമെന്നുള്ളിടത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് ചൈന. അപ്പോൾ പിന്നെ ചൈനയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഇതുപോലെ വ്യാജ പ്രചരണങ്ങൾ ഇറക്കുക, വ്യാജ പ്രൊഫൈൽ. 2-3 വിഷയങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ കുറച്ച് ലെവലിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ലെവലിൽ വരുന്നൊരു റിപ്പോർട്ടല്ല ഇത് വളരെ ഗൗരവമായിട്ടുള്ള അമേരിക്കയുടെ US ചൈന എക്കണോമിക് ആൻഡ് സർവേ റിവ്യൂ കമ്മീഷൻ റിപ്പോർട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ചെറിയ സ്ഥലത്തല്ല വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ റിപ്പോർട്ടിൽ പറഞ്ഞ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഉണ്ടാവും, CIAയുടെ റിപ്പോർട്ട് ഉണ്ടാവും. ഒരുപാട് വലിയ റിപ്പോർട്ടുകളുടെ ബേസിലായിരിക്കും ഇത് വരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ. അത് രാജ്യം അങ്ങനൊരു മറ്റൊരു രാജ്യത്തിൻ്റെ പുറത്തൊരു ആരോപണം അമേരിക്ക വയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് ചൈനയുടെ പുറത്ത് വയ്ക്കുമ്പോൾ അത് ചെറിയ ആരോപണമല്ല. അപ്പോൾ അതൊരു ഗൗരവമായ വിഷയമാണ്. അപ്പം ചൈന ഇങ്ങനെ ചില ഡ്യൂപ്ലിക്കേറ്റ്, പിന്നെ ചൈനയ്ക്ക് വേറെ കുഴപ്പമുണ്ട് കേട്ടോ, അവർ ഡ്യൂപ്ലിക്കേറ്റ് പടക്കം ഇറക്കണ ബാച്ചുകളാണ്. അങ്ങനെയുണ്ട്. കാശിന് വേണ്ടി കമ്മ്യൂണിസമൊക്കെ പറയുന്നുണ്ടെങ്കിലും കാശിന് വേണ്ടി എന്ത് ചെയ്യുന്ന ഒരു സംഭവം. നാം ഇന്ത്യയും ചൈനയും തമ്മിൽ മികച്ച സൗഹൃദത്തിലാണ്, എന്നിട്ടും എന്തുകൊണ്ട് ചൈന ഇത്തരം അതാണ് പറഞ്ഞു. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ സൗഹൃദം എന്ന് പറയുന്നത് പുറത്തുള്ള സൗഹൃദമാണ്, അകത്ത് സൗഹൃദമൊന്നുമില്ല. അകത്ത് സൗഹൃദം ഉണ്ടായിരുന്നെങ്കിൽ ഈ സൗഹൃദം പറയുന്ന സമയത്ത് ഇന്ത്യ ചൈന അതിർത്തിയുടെ പ്രശ്നം, സിയാച്ചിൻ പ്രശ്നമൊക്കെ നമ്മൾ പരിഹരിക്കുമായിരുന്നല്ലോ. അതിലൊന്നും ചൈന തൊടുന്നില്ലല്ലോ. നമ്മളിപ്പോൾ പുറത്തെടുത്തിട്ടില്ല വിഷയം, പക്ഷെ തൊടുന്നില്ലല്ലോ. ഇപ്പോൾ വലിയ രീതിയിൽ വ്യാവസായികമായി ചൈനയെ അമേരിക്ക ആക്രമിക്കുന്നത് കൊണ്ട് ഒരു അഭയവുമായി ഇന്ത്യയെ കരുതുന്നു. അത്രേ ഉള്ളൂ. അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ചൈനയാണ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്. ചൈനയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമോ? ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയല്ലോ, 25% തീരുവയൊക്കെ ഏർപ്പെടുത്തിയതുപോലെ ചൈനയ്ക്കെതിരെ ഏർപ്പെടുത്തുമോ എന്നൊക്കെയുള്ള ഭയം കൊണ്ടും ചൈനയ്ക്ക് ലോകത്ത് ഒന്നാമതാകാൻ നിൽക്കാൻ വേണ്ടി ആരെ കൂടെ വേണം? ഇന്ത്യ കൂടെ വേണം. അത്രയേ ഉള്ളൂ ചൈനയുടെ കഥ. അതേസമയം ആരും വേണം? ഇന്ത്യയെ അടിക്കാനും ഇന്ത്യയിൽ കയറി പിടിക്കാനും ആര് വേണം? പാകിസ്ഥാൻ വേണം. ഈ ബോർഡർ സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരെയും കൂടെ പിടിക്കും? പാകിസ്ഥാനെയും കൂടെ പിടിക്കും. അപ്പോൾ അതാണ് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന തിയറി ഉണ്ടല്ലോ. ഇന്ത്യയുടെ ശത്രുവാണ് പാകിസ്ഥാൻ, ആ ശത്രു മറ്റവന് മിത്രം. അതേസമയം ഇന്ത്യ വലിയ അണ്ണനെ ഒഴിവാക്കാനും പറ്റുന്നില്ല, വളർന്നു വരുന്നതിനെ ഒഴിവാക്കാൻ പറ്റും. പാകിസ്ഥാനെ കുറിച്ച് സൂചിപ്പിച്ചു. ഇപ്പൊ പാകിസ്ഥാൻ പൊതുവെ ഇപ്പോൾ അമേരിക്കയുമായാണല്ലോ അടുക്കുന്നത്. അതെ, പാകിസ്ഥാൻ അമേരിക്കയായിട്ട് അടുക്കുന്നു. അത് രസമാണ്. അതാ ഞാൻ പറയാം, ഭൗമരാഷ്ട്രീയം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ജിയോ പൊളിറ്റിക്സ് പഠിക്കുമ്പോൾ വളരെ രസമാണ്. അമേരിക്ക എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? ഒരു വശത്ത് ചൈനയുമായിട്ട് സൗഹൃദത്തിന് പോകുന്നു, ശത്രുതയിലേക്ക് പോകുന്നു, റഷ്യയുമായിട്ട് ശത്രുതയിലേക്ക് പോകുന്നു, ചില സമയത്ത് സൗഹൃദത്തിലേക്ക് പോകുന്നു. പാകിസ്ഥാനുമായി ഒരു കാലഘട്ടത്തിൽ വലിയ ശത്രുതയിലായിരുന്നു. ഇപ്പം എന്താണ്?
വലിയ സൗഹൃദത്തിലേക്കാണ് പോകുന്നത്. പാകിസ്ഥാൻ്റെ കരസേന മേധാവിയാണ് ചെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എന്ത് കൊടുക്കണമെന്ന്. അത് ഇവിടെ പകൽഗാം അടി നടന്ന സമയത്താണ്. ഇവിടെ പകൽഗാം അടി നടന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നല്ല പൊരുത്തോണ്ടിരിക്കുന്ന സമയത്താണ് കരസേന മേധാവി അവിടെ ചെന്നിട്ട്, വേറെ തമാശ എന്തായാലും ശ്രീത്തെ, ഈ കരസേന മേധാവിക്കൊന്നും അവിടെ ചെന്ന് പ്രസിഡന്റിന്റെ അത്താഴ വിരുന്നിന് പ്രധാനമന്ത്രി അല്ല പോയത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ പ്രസിഡന്റിനെ ഒന്നും അല്ല വിളിച്ചത്, കരസേന മേധാവിയാണ്. അയാൾ അവിടെ ചെന്നിട്ട് പറയണം എന്ത് കൊടുക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കണക്കാക്കുന്ന അനുസരിച്ച് ഇയാൾക്ക് നോബൽ സമ്മാനം കിട്ടിയേനെ. ഈ കിട്ടാതിരുന്ന കാര്യം എന്താണ്? ഇതുപോലെ ആളുകളെ കൊണ്ടൊക്കെ പറയിച്ച് നെതന്യാഹുവിനെ കൊണ്ടൊക്കെ പറയിച്ച്, ഇസ്രായേലിൻ്റെ ഇങ്ങനെ ഒരുപാട് ആളുകൾ കൊണ്ട് പറയിച്ചപ്പോഴാണ് നോബൽ സമ്മാന കമ്മിറ്റിക്കാരും കൂടുതൽ അറ്റൻഷനിലേക്ക് പോയത്. അല്ല മര്യാദയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടിപ്പോയേനെ എന്ന് പറയുന്ന ഒരു തിയറിയുണ്ട്. അപ്പോൾ കരസേന മേധാവിയൊക്കെ ഇറക്കുകയാണ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു രാഷ്ട്രീയമാണ്. അപ്പം ഇത് ഗുരുതരമായൊരു വിഷയം എന്ന് പറഞ്ഞാൽ, അല്ല, പണ്ട് നാം ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ഇന്ത്യ ചൈന ബായ് ബായ് എന്ന് പറഞ്ഞിട്ട് ആ സെക്കൻഡിൽ തന്നെ ആക്രമണം നടക്കും, അടി കൂടെ പണിയാണ്. അത്തരത്തിൽ ഇന്ത്യ നിലവിലെ സാഹചര്യത്തിൽ ഒരു ജാഗ്രത പാലിക്കണം. തീർച്ചയായിട്ടും 67 എന്താ സംഭവിച്ചത്? ഇന്ത്യ ചൈന ഭായ് ഭായ് എന്നൊരു വശത്ത് പറയുകയും EMS ഒക്കെ പറഞ്ഞിട്ടില്ലേ, ചൈനയ്ക്കുള്ളത് ചൈനയുടെ ഭാഗമെന്ന് ചൈന പറയുന്നത് ചൈനയ്ക്കും, ഇന്ത്യയുടെ ഭാഗമെന്ന് ഇന്ത്യ പറയുന്നത് ഇന്ത്യക്കും. അപ്പോൾ പിന്നെ ആ പ്രശ്നഭാഗം ആർക്ക്? ഒരു പ്രശ്നഭാഗമുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഭാഗം അവർക്കും, നമ്മളുടേത് നമ്മൾ പറയുന്ന ഭാഗം നമുക്കൊന്നൊക്കെ പറയുന്നൊരു തിയറി, ആളുകളെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയൊരു തിയറി ഉണ്ട്. അപ്പം ഞാനിപ്പോൾ കേട്ടാൽ എന്താണെന്ന് മനസ്സിലാവില്ല, നമുക്ക് തിരിയൂല ഈ സാധനം. മലപ്പുറം ഭായിയുടെ കാഴ്ച നമുക്കിത് തിരിയൂല എന്താ സാധനം, അപ്പോൾ ആൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഈ ലോകത്തുണ്ട്. അല്ല, കമ്മ്യൂണിസ്റ്റ് ക്ലാസ്സുകൾ അങ്ങനെയാണല്ലോ, നമുക്ക് അന്തർധാരകളാണല്ലോ. അത് നേരിട്ടുള്ള ധാരയൊന്നുമില്ല, എല്ലാം അന്തർധാരകളാണ്, അണ്ടർഗ്രൗണ്ട് പരിപാടികൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് റഫേലിൻ്റെ വിഷയത്തിലേക്ക് വീണ്ടും നമ്മൾ വരുമ്പോൾ 2024 അവസാനം 25 ആദ്യവും ചൈനയും പാകിസ്ഥാനും സൈനിക സഹകരണം കാര്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് വെറും ഒരു റഫേലിലുള്ള അടിച്ച വിഷയം മാത്രമല്ല, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, പിന്നെ അമേരിക്ക, ഫ്രാൻസ്, ഈ ഒരു 4-5 രാജ്യങ്ങളുടെ യുദ്ധവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള, അതാണല്ലോ റഫേലും ഈ ഇതൊക്കെ വരുന്നത്, ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥകളാണ്. ഇനി വേറെ തമാശ എന്തറിയാവോ, ഈ ചൈനയിൽ നിന്നുള്ള ചൈന ഉണ്ടാക്കിയ യുദ്ധോപകരണങ്ങളുണ്ടല്ലോ, അതിന് മാർക്കറ്റ് ഉണ്ടാക്കാനാണ് ഇത് പറയുന്നത്. കാരണം അതിനാണ് ഇതിൻ്റെ ലക്ഷ്യം, അതാണ്. അപ്പോൾ ചൈന ഉണ്ടാക്കിയ റഫേലിന് പകരം ചൈന ഉണ്ടാക്കിയ ഉപകരണങ്ങൾ, യുദ്ധോപകരണങ്ങൾ പാകിസ്ഥാൻ എന്ത് ചെയ്തു? ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അടിച്ച് ആരെ കടത്തി? റഫേലിനെ കടത്തി. ഇതാരാ പറയുന്നത്? ചൈന. എപ്പോഴാണ് പറയുന്നത്? ഇപ്പോൾ. അപ്പോൾ അവരുടെ ഉദ്യോഗോപകരണങ്ങൾ വിറ്റ് പോവുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിന് വേൾഡ് മാർക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ അടിയിൽ പാകിസ്ഥാൻ ജയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ചൈനയ്ക്ക് എന്ത് കിട്ടിയേനെ? കച്ചവടം നല്ലപോലെ ബലത്തേനെ. ഇതിപ്പോൾ ആ കച്ചവടം നടക്കൂല. അപ്പോൾ പിന്നെ കള്ളപ്രചരണം മാത്രമേ മാറും. അങ്ങനെ കച്ചവടം ലക്ഷ്യമിടുമ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ നാണം കെടുത്തുന്ന ഒരു ഇതാണ് ഇന്ത്യയുടെ തകർത്തു എന്ന് പറയുന്നത്. ആണല്ലോ. മാത്രമല്ല ഈ നമ്മൾ ഒരു വശത്ത് കച്ചവടം, ഒരു വശത്ത് പിന്നെ മറ്റവനെ സൂചിപ്പിക്കുകയും ചെയ്യാം. പാകിസ്ഥാൻ ഒരു ചെറിയ സുഖം കിട്ടുകയും ചെയ്യുമല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇന്ത്യക്കെതിരെ ചൈന വീണ്ടും നിൽക്കുന്നു, ഞങ്ങളെ കൂടെയാണെന്നുള്ളൊരു സുഖം കിട്ടുകയും ചെയ്യും. പക്ഷെ അതൊരു, ഞാൻ പറഞ്ഞില്ല, അത് ഈ ചൈനയുടെ ഒരു കളി എല്ലാ കാലത്തും ഇങ്ങനെയാണ്. അവരുടെ ഒരു വേറൊരു ലൈനാണ് അവർ സ്വീകരിക്കുന്നത്. അതേസമയം റഷ്യ കുറച്ചുകൂടി വ്യത്യസ്തമായ, കുറച്ചുകൂടി ഒരു ഹ്യൂമാനിറ്റിയൊക്കെ ഉള്ളൊരു രാജ്യമാണ്. മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തും ഇന്ത്യ? അല്ല, അത് പറയുമ്പോൾ പ്രശ്നം എന്ന് പറയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇപ്പം ഗ്ലോബലൈസേഷൻ വന്നു, അല്ലെങ്കിൽ പിന്നെ GDPയുടെ പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ ഇന്ത്യ വളരെ ശക്തമായി മുന്നോട്ട് പോയിട്ടുണ്ട്. സാങ്കേതികവിദ്യയിൽ ഒരു വശത്ത് ഇപ്പോൾ പഹൽഗാം യുദ്ധമൊക്കെ നടക്കുമ്പോൾ, അടിയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ യുദ്ധോപകരണങ്ങളാണ് ഒരുപാട് ഉപയോഗിച്ചത്. ഇന്ത്യയിലുണ്ടാക്കിയ DRDO ഒക്കെ ഉണ്ടാക്കിയ ISRO യുദ്ധോപകരണം വികസിപ്പിക്കുന്നവരല്ല, എന്നാലും അവരുടെ സാങ്കേതികവിദ്യകളുണ്ട്, ക്രയോജനിക് സാങ്കേതികവിദ്യകളുണ്ട്, മിസൈൽ, ഡ്രോണൊക്കെ സാങ്കേതികവിദ്യകളുണ്ട്. ഈ സാങ്കേതികവിദ്യകളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചത്, മേക്ക് ഇൻ ഇന്ത്യയുടെ എന്നൊക്കെ പറയുന്നത്. അതുണ്ട് നമുക്ക്. അതുകൊണ്ട് പഴയ ഇന്ത്യ അല്ല. പണ്ടൊരു ഇന്ത്യ ആണെങ്കിൽ നമ്മൾ എല്ലാം വല്ലതും തരൂ, റഫേൽ തരൂ, അല്ലെങ്കിൽ യുദ്ധവിമാനം തരൂ, അമേരിക്ക തരൂ, ഫ്രാൻസ് തരൂ, ലോകത്തെ എല്ലാ രാജ്യങ്ങളോടും നമ്മൾ തെണ്ടിക്കൊണ്ട് നടന്നു. ഇപ്പം അതല്ല. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് 24 രാജ്യങ്ങളാണ് എന്ത് മേടിച്ചത്? യുദ്ധോപകരണങ്ങൾ ഇപ്പോൾ വാങ്ങിക്കുന്നത്. ഈ പഹൽഗാമിന് ശേഷം 24 രാജ്യങ്ങളാണ് ഓർഡർ ഇന്ത്യയുമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാണണം. അപ്പോൾ പഴയ ഇന്ത്യ അല്ല, പുതിയ ഇന്ത്യ ഒരുപാട് വളർന്നു ഈ കാര്യത്തിൽ. പിന്നെ സാങ്കേതിക കാര്യങ്ങളിലും വളർന്നല്ലോ. പിന്നെ ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യ കൂടെ നിർത്തുന്നുമുണ്ട്. ഇപ്പോൾ റഷ്യയാണല്ലോ ഇതിനകത്തൊരു ചാമ്പ്യന്മാർ, ഇതൊക്കെ ഉണ്ടാക്കുന്നില്ല. റഷ്യ നമ്മൾ കൂടെ നിർത്തുന്നു, ഫ്രാൻസിനെ കൂടെ നിർത്തിയിട്ടുണ്ട്, ഇസ്രായേലിനെ കൂടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം നമ്മൾ കൂടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് അങ്ങനെ ഒരു ഭയത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല ഈ വിഷയത്തിൽ. പ്രത്യേകിച്ച് ഇന്ത്യ ജാഗ്രത പുലർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ നല്ല ഭരണകൂടമല്ലേ, ഭരണാധികാരികൾ വളരെ സ്ട്രോങ് അല്ലേ. അപ്പം വളരെ സ്ട്രോങ് ആയൊരു ഭരണകൂടം ഉണ്ട് ഇവിടെ. ജനാധിപത്യ ഭരണകൂടമാണെങ്കിൽ അവർ സ്ട്രോങ് ആണല്ലോ. അപ്പോൾ അങ്ങനെ സ്ട്രോങ് ആയൊരു ഭരണകൂടമുണ്ട്. പിന്നെ നമ്മൾ സാങ്കേതികവിദ്യയിൽ പിറകിലല്ല. പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ എന്തുണ്ടാക്കിയിട്ടുണ്ട്?
ഇപ്പം തന്നെ 56-59 MP-മാർ 36 രാജ്യങ്ങളിൽ പോയല്ലോ. ശശി തരൂരും ജോൺ ബ്രിട്ടാസ് അടക്കവും പോയി. വലിയൊരു ആഗോളതലത്തിൽ നമ്മൾ എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു? പാകിസ്ഥാനെതിരെയുള്ള വളരെ കൃത്യമായ ഒരു, എന്തുകൊണ്ട് പഹൽഗ്രാമിൽ ഇന്ത്യ പാകിസ്ഥാനെ അടിക്കേണ്ടി വന്നില്ല, ഭീകരത്താവളങ്ങൾ അൽ ഖ്വയ്ദയുടെയും പിന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെയൊക്കെ താവളങ്ങൾ പോയി അടിക്കേണ്ടി വന്നത് എന്ത് എന്ന് ഇന്ത്യ വളരെ കൃത്യമായി ലോകത്തിനെ ബോധ്യപ്പെടുത്തിയിരുന്നു. അത് ചെറിയ കാര്യമല്ല. പണ്ടങ്ങനെ വല്ലതും ഉണ്ടോ? ഇവിടെ മുമ്പ് നേരത്തെ പുൽവാമ ആക്രമണമൊക്കെ നടന്നിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പോയില്ലല്ലോ. പക്ഷെ ഇപ്പോൾ വളരെ കൃത്യമായി നമ്മൾ ലോകത്തെ ഇന്ത്യയിലേക്ക് ശ്രദ്ധിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് വിദേശകാര്യമായാലും പ്രതിരോധമായാലും ഈ പറയുന്ന മൊത്തത്തിലുള്ള കാഴ്ചപ്പാടായാലും അതിലൊക്കെ നമുക്ക് അവിടെയൊന്നും നമ്മൾ കേവല BJP RSS അതങ്ങളല്ല കാണേണ്ടത്. നമ്മുടെ രാജ്യം എന്നുള്ള നിലയിൽ നമ്മൾ ആ കാര്യങ്ങളിലൊക്കെ ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.